ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്. പി അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ബേസിലെന്നുള്ള ആക്ടറിനെ തന്നെ വേറെ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. ബേസിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും ഇത്. അതേപോലെ അമ്പാന്റെ സജിന്റെ റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷിക്കാനുള്ളതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്. പി അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുന്നത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അറിയില്ല ഇനി ബാക്കി. ഇപ്പോൾ നമ്മളെല്ലാവരും പരിചയക്കാരുടെ ഷോ ആണ്. അതും കൂടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോയും കൂടെ കണ്ടിട്ടാണ് എന്താണ് ശരിക്കുള്ള റെസ്പോൺസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ്. ഇനി സിനിമ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താണെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നോ റിഗ്രറ്റ്സ്. താങ്ക് യു. അതെ, ബേസിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും ഇത്. അതേപോലെ അമ്പാന്റെ സജിന്റെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അത് നന്നായി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. താങ്ക് യു. കഥ എഴുതുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജോലിച്ചത് വളരെ ഡെഡിക്കേഷനോടുകൂടി എടുത്തു. ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷിക്കാനുള്ളതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. വളരെ താങ്ക്സ്. പെർഫോമൻസ് വളരെ വളരെ ഗംഭീരം. നമ്മൾ എഴുതിയതിനേക്കാൾ മേലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ എല്ലാവരുടെയും പെർഫോമൻസ് ഒരാളിൻ്റെയും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിട്ടാണ്. താങ്ക് യു. ഭയങ്കര സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു സിനിമയുടെ ഭാഗമായാലും ഈ പറയുന്ന പോലെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അതിനെന്താ പറയുക, ഇതൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടറിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മനസ്സിലാവും. ഉറപ്പായിട്ടും ഇപ്പം തിയേറ്ററിൽ വന്നിട്ട് വിജയിക്കുന്ന ഒരു പടത്തിൽ ഒരു വലിയൊരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പ്രേക്ഷകർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നു, ക്യാരക്ടറും വർക്കാവുന്നു എന്നറിയുന്നു. സന്തോഷം. അയ്യോ, അതൊന്നും ഒന്നുമില്ല. ബേസിലിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ലീഗ് മാറ്റമാണ്. ഈ പറയുന്ന പോലെ അടുത്ത ഒരു സ്റ്റെപ്പിലായിട്ടുള്ള ഒരു ബേസിലെന്നുള്ള ആക്ടറിനെ തന്നെ വേറെ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. അതുപോലെ തന്നെയാണ് സജിൻ ഗോപുവിൻ്റെയും ഈ പറയുന്ന ലിജോ മോളുടെ ഒക്കെ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സാണ്. അവരൊക്കെ ഉറപ്പായിട്ടും ഈ അമ്പാനെ നമുക്ക് ഒരു രീതിയിലും കാണാൻ പറ്റില്ല. പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു രീതി അതാണ്. പുള്ളി കിടില ആക്ടറാണ്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന പൈങ്കിളിയിലായാലും ഇതേപോലെ അല്ല, ലുക്ക് തന്നെ വേറെയാണ്. അപ്പോൾ അങ്ങനെ അതെ അത് പിന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്.